കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ BJPയുടെ ക്രൈസ്തവ സ്നേഹയാത്ര KCBCയുടെ ആസ്ഥാനത്ത് എത്തുന്നത്. അവിടെ കേക്കുമായി എത്തിയ സുരേന്ദ്രന് ആ കേക്ക് മുറിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ വിമർശിച്ചുകൊണ്ട് മുൻ മന്ത്രി KT ജലീൽ അപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ശിഹാബ് തങ്ങളെയല്ല, പകരം KCBCയെ തന്നെയാണ്. KCBC ഇതിനെതിരെ ജലീലിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ പത്രക്കുറിപ്പ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ്. ക്രൈസ്തവരുടെ പ്രധാന തിരുനാളായ ക്രിസ്തുമസിനോടനുബന്ധിച്ച് KCBCയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്ത ശ്രീ സാദിഖ് അലി ശിഹാബ് തങ്ങളെ മോശമായി ചിത്രീകരിച്ച് മുൻ മന്ത്രി ശ്രീ KT ജലീൽ മുഖപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കത്തോലിക്ക സഭയുടെ ഇത്തരം ആഘോഷങ്ങളിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങളെ ക്ഷണിക്കുന്നത് സഭയുടെ സ്വകാര്യ കാര്യമാണ്. ആരെ ക്ഷണിക്കണം എന്ന് അവർ വേദി എങ്ങനെ പങ്കിടണമെന്നും പുറമേ നിന്നും ആരും ഞങ്ങളെ ഉപദേശിക്കേണ്ടതില്ല. സമൂഹത്തിൻ്റെ വിവിധ ശ്രേണിയിൽ നിന്നുള്ള പ്രമുഖരും വിവിധ മതാചാര്യന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള പ്രധാന വ്യക്തികളും പങ്കെടുത്ത വിശിഷ്ടമായ ഒരു ആഘോഷത്തിൻ്റെ ചൈതന്യത്തെ ഇല്ലാതാക്കും വിധം കാപട്യം നിറഞ്ഞ വാക്കുകളോടെ വക്രീകരിച്ച് മുഖപുസ്തകത്തിൽ കുറിപ്പെഴുതിയ ശ്രീ KT ജലീലിൻ്റെ പ്രവൃത്തി അപലപനീയവും സാംസ്കാരിക കേരളത്തിന് അപമാനവുമാണ്. കത്തോലിക്ക സഭയുടെ പൊതു സ്വീകാര്യത ശ്രീ ജലീലിനെ പോലെയുള്ളവർക്ക് അസഹിഷ്ണുതയ്ക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അത്തരക്കാരെ നിയന്ത്രിക്കാൻ ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് KCBCയുടെ പത്രക്കുറിപ്പ്. ഇത് ഇന്ന് പുറത്തു വന്നതാണ്. ഇത് പുറത്തു വന്ന ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ KT ജലീൽ ഇതിനൊരു മറുപടിയുമായി മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കിയിട്ടുണ്ട്. KT ജലീൽ വളരെ കൃത്യമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിവരിക്കുന്നുണ്ട് താൻ വിമർശിച്ചത് BJPയെയും BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെയുമാണ് എന്ന്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം. KCBCയോട് സവിനയം. BJPയുടെ ന്യൂനപക്ഷ പ്രേമത്തിൻ്റെ പൊള്ളത്തരം ചൂണ്ടിക്കാണിച്ച് ഞാൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ് സാംസ്കാരിക കേരളത്തിന് അപമാനമാണെന്ന് പറഞ്ഞ് KCBC പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൻ്റെ ഗുട്ടൻസ് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങൾക്കെതിരെ ഗുജറാത്തിലും ഡൽഹിയിലും മണിപ്പൂരിലും വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയവർ കാപട്യത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞ് സ്നേഹ കേക്കുമായി അരമനകളും ക്രൈസ്തവ വീടുകളും കയറിയിറങ്ങി നടക്കുന്നതിനെയാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചത്. തങ്ങളും തിരുമേനിയും സുരേന്ദ്രനും ഒരുമിച്ച് കേക്ക് മുറിച്ചാൽ മായുന്നതല്ല സംഘപരിവാറുകാരുടെ കയ്യിലെ രക്തക്കറ എന്നും കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂനപക്ഷങ്ങളോട് ഹിന്ദുത്വവാദികൾ കാട്ടിയ ക്രൂരതയ്ക്ക് അവർ മാപ്പ് പറയണമെന്നും മുഖപുസ്തകത്തിൽ തുറന്നെഴുതി. എൻ്റെ കുറിപ്പിലെവിടെയും ക്രൈസ്തവ പുരോഹിതരെയോ ക്രൈസ്തവ ദർശനങ്ങളെയോ മോശമാക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ലോഹയിട്ട് ആരെങ്കിലും തോന്നിവാസം പറഞ്ഞാൽ മറുപടി പറയും. അതിലൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കേണ്ട. KCBCയുടെ പത്രക്കുറിപ്പ് ഏത് യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനാണ്? BJPയെ രാഷ്ട്രീയമായി എതിർക്കുന്നത് അപമാനമായി ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലം ക്ഷമിക്കുകയല്ലാതെ നിവർത്തിയില്ല. ഒരു ഭാഗത്ത് മുസ്ലിം ക്രൈസ്തവ വംശഹത്യയ്ക്ക് നേതൃത്വം നൽകുകയും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുകയും മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളുടെ ചങ്ങാതി ചമയുകയും ചെയ്യുന്ന വർഗീയ ശക്തികളുടെ തനിനിറം അവസാന ശ്വാസം വരെയും തുറന്നു കാട്ടും. അതിലാരും കവർച്ചിട്ട് കാര്യമില്ല. ഹൈന്ദവ സമുദായത്തിനിടയിലുള്ള ബന്ധവും സ്നേഹവും BJPക്കാരോടും RSSകാരോടുമുള്ള ചങ്ങാത്തമല്ലെന്ന് ഇനിയെങ്കിലും ന്യൂനപക്ഷ സമുദായങ്ങൾ തിരിച്ചറിയണം. മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളോട് ബന്ധം സ്ഥാപിക്കാൻ അവരിലെ വർഗീയവാദികളുമായി മറ്റു മതസ്ഥർ സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് നാളിതുവരെ നാം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മതേതര മനസ്സുള്ള സ്വാത്വികന്മാരായ സന്യാസി വര്യന്മാരും വർഗീയത തൊട്ടുതീണ്ടിട്ടില്ലാത്ത കറകളഞ്ഞ ഹൈന്ദവ വിശ്വാസികളും വിവിധ മതനിരപേക്ഷ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന സഹോദര മതസ്ഥരെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് വരുന്ന ഹൈന്ദവ ഭക്തരുമാണ് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ യഥാർത്ഥ നേരവകാശികൾ. അവരുമായുള്ള സഹോദര മതസ്ഥർ ആത്മബന്ധം ഉണ്ടാക്കേണ്ടത്, അല്ലാതെ
ഹിന്ദുത്വ മതഭ്രാന്തന്മാർക്ക് പൊതു സ്വീകാര്യത നേടിക്കൊടുത്തുകൊണ്ടാവരുത് സൗഹൃദ സ്ഥാപനം. ഇത് തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകമാണ് ന്യൂനപക്ഷ സമുദായ നേതാക്കൾക്ക് ഉണ്ടാകേണ്ടത്. ഹൈന്ദവരെ BJPക്ക് തീറെഴുതി കൊടുക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും KCBCയും ലീഗും നിർത്തണം. സംഘികൾ കുനിയാൻ പറയുമ്പോൾ നിലത്തെഴിയുന്നവരായി ന്യൂനപക്ഷ സമുദായ നേതൃത്വങ്ങൾ മാറിയാൽ ഗുജറാത്തും ഡൽഹിയും UPയും മണിപ്പൂരും ബാബറി മസ്ജിദും ഇനിയും ആവർത്തിക്കപ്പെടും. ഇങ്ങനെ അവസാനിക്കുന്നു KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ കൃത്യമാണ്. KT ജലീൽ ആദ്യമിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിലുണ്ട്. ആർക്ക് വേണമെങ്കിലും അത് പരിശോധിക്കാവുന്നതാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വിമർശിച്ചത് BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെയാണ്. മണിപ്പൂരിലുൾപ്പെടെ ഗുജറാത്തിലുൾപ്പെടെ അങ്ങനെ 1000 ഇടങ്ങളിൽ നമ്മൾ കണ്ട BJPയുടെ വംശഹത്യ രാഷ്ട്രീയത്തിനെതിരെയാണ് KT ജലീൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത്. അത്തരമൊരു വർഗീയ രാഷ്ട്രീയം പേറുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമൊത്ത് കേക്ക് മുറിക്കാൻ തോന്നിയ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മനസ്സിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. അതിൽ KCBCക്ക് എന്താണ് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും കൃത്യമായൊരു മറുപടി തന്നെയാണ് KT ജലീൽ നൽകിയത്. ഇനി ഇതിലൊരു കൂടുതൽ വിശദീകരണം KT ജലീൽ നൽകേണ്ട ആവശ്യമുണ്ട് എന്ന് തന്നെ തോന്നുന്നില്ല. ആ രീതിയിലുള്ള ഒരു മറുപടി KT ജലീൽ നൽകി കഴിഞ്ഞു. എന്തായാലും KCBCയുടെയും ലീഗിൻ്റെയും എല്ലാം ഈ ഹിന്ദു വിശ്വാസികളെ RSSുമായും BJPയുമായും സമീകരിക്കുന്ന ഈ പ്രക്രിയ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.